വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എല്ലാവരും. നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഡിസംബർ മാസത്തോടുകൂടിയാണ്. സോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ തുടങ്ങണം എന്നുള്ള ധാരണ നിങ്ങൾ മാറ്റി വെക്കണം. ഇപ്പോഴേ പഠനം തുടങ്ങണം. സോ എങ്കിൽ മാത്രമേ സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾ പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും അവസാനം നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച എഴുതിയ നമ്മുടെ SI പരീക്ഷ, SIയുടെ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സിനകത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് മാത്സിനകത്ത് നിന്ന് 20 ചോദ്യങ്ങളും അതേപോലെ മെയിൻസിന്റെ പരീക്ഷയ്ക്ക് 10 ചോദ്യങ്ങളും ഉള്ളത്. അപ്പോൾ ഈ പരീക്ഷകളുടെ എല്ലാം നമ്മളിപ്പോ 2021 മുതൽ ഇങ്ങോട്ടുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു നിലവാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിക്കുന്നത്. മാത്സിന്റെ കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മാത്സിനകത്തുനിന്നും ചോദിക്കുന്നത്. അപ്പൊ അത്തരത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുമ്പിൽ നിന്ന് കടന്നുപോയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, SIയുടെ മെയിൻ പരീക്ഷയാണ്. സോ SIയുടെ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ച ആ മാത്സിനകത്തെ ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്രദ്ധിക്കുക, പരീക്ഷ കഴിഞ്ഞത് 26-ാം തീയതി ആയിരുന്നു. സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് പരീക്ഷ കഴിഞ്ഞത്. ആ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചോദ്യം. ഇവിടെ മക്കളെ ചോദ്യം ഇതാണ്: ദ പ്രൈസ് ഓഫ് എ കൊമോഡിറ്റി. നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന ചോദ്യം തന്നെയാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ക്ലാസ്സിലെ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററും അതേപോലെ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇത്. സ്ഥിരം ചോദ്യമാണ്, നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഒരു സാധനത്തിന്റെ വില 2000 എന്ന് പറയുന്ന വർഷത്തിലെ 25% ഇൻക്രീസ് ആയി. increased by 20% in the year 2000, increased by 40% in the year 2001. 2001 ആയപ്പോഴത്തേക്ക് അത് 40% വർദ്ധിച്ചു. ആൻഡ് ഡിക്രീസ്ഡ് ബൈ 30% ഇൻ ദ ഇയർ 2002. 2002 30% കുറഞ്ഞു. ഇഫ് ദ പ്രൈസ് ഓഫ് ദ കൊമോഡിറ്റി അറ്റ് ദ ബിഗിനിങ് ഓഫ് 2003 തുടക്കത്തിലെ 980 രൂപയായിരുന്നു വില. അങ്ങനെയാണെങ്കിൽ 2000 വില എത്ര എന്നാണ് ചോദ്യം. അപ്പം 2003 വില തന്നിട്ട് 2000 വിലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ 2000 എന്ന് പറയുന്ന വർഷത്തിലെ 2000 എന്ന് പറയുന്ന വർഷത്തിന്റെ തുടക്കത്തിലെ വില നമുക്കറിയില്ല. നമുക്കത് X ആണെന്ന് കരുതാം. X ആണെന്ന് കരുതുക. ഓക്കെ, ആ 2000 എന്ന് പറയുന്ന വർഷത്തിലെ വില X ആയിരുന്നു. പെട്ടെന്ന് അത് 25% വർദ്ധിച്ചു. 25% വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ 125% ആയി എന്നല്ലേ പഠിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വിലയും അതിന്റെ 25% കൂടെ വർദ്ധിച്ചു. 25% വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 125% മാറി. സോ 125% മാറി. അതിന്റെ ആ വിലയുടെ 40% തൊട്ടടുത്ത 2001 വീണ്ടും വർദ്ധിച്ചു. ഇതിന്റെ 40% കേട്ടോ. ഇതിന്റെ 40% എന്ന് പറയുമ്പോൾ എത്ര ആയിട്ട് മാറി? 140 ആയിട്ട് മാറി. 140% മാറി. 140% ആയിട്ട് മാറി. അപ്പൊ 2001 അവസാനം അത് ഇതിന്റെ 140% 2002 ആയപ്പോഴത്തേക്ക് അത് 30% കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ മക്കളെ 30% കുറയുക എന്ന് പറഞ്ഞാൽ, 30% കൂടി എന്ന് പറഞ്ഞാൽ 130, 30% കുറഞ്ഞു എന്ന് പറഞ്ഞാല് 70% ആയിട്ട് മാറി. സോ ഇതിന്റെ 70%. ഇതൊരു കൂട്ടുപലിശ പോലെയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ആദ്യം അറിയില്ല, 25% വർദ്ധിപ്പിച്ചപ്പോൾ 125 ആയി, 40% വർദ്ധിപ്പിച്ചപ്പോൾ 140 ആയി, 30% കുറഞ്ഞപ്പോൾ 70% ആയി. അങ്ങനെ 2003 അവസാനം 2000, 2001, 2002, 2003 തുടക്കത്തില് അത് 980 ആയി.
സോ ഇതാണ് 980. ദിസ് ഈസ് 980. അപ്പൊ 2000 ഉണ്ടായിരുന്ന വിലയുടെ 2000 എന്ന് പറയുന്ന വർഷത്തിൽ 25% വർദ്ധിപ്പിച്ചു. 2001 ആയപ്പോഴത്തേക്ക് അത് 40% വർദ്ധിപ്പിച്ചു. 2002 അവസാനം അത് 70% ആയിട്ട് മാറി, അതായത് 30% കുറഞ്ഞു. 2002 അവസാനം എന്ന് പറയുമ്പോൾ 2003 തുടക്കത്തിലെ വിലയാണ് ചോദ്യകർത്താവ് ഡയറക്റ്റ് ആയിട്ട് 980 തന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് 980. ഇവിടെ നമ്മൾ എക്സ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എല്ലായിടത്തും അപ്പുറത്തേക്ക് തട്ടാം. സോ എക്സ് ഇസ് ഈക്വൽ ടു, അവിടെ ഓൾറെഡി 980 കിടപ്പുണ്ട്. ഇവിടെ കിടന്ന 125/100 അപ്പുറത്ത് പോയാൽ സ്വാഭാവികമായിട്ട് 100/125 ആയില്ലേ? തിരിച്ചിട്ട് ഗുണിക്കുക എന്നല്ലേ പഠിച്ചേക്കുന്നത്. 140/100 അപ്പുറത്തേക്ക് തട്ടിയാൽ 100/140 ആയില്ലേടാ? അതേപോലെ 70/100 അപ്പുറത്ത് പോയാൽ 100/70 ആയിട്ട് മാറി. ഇനി വെട്ടാം. ഇവിടെ 125ഉം 100ഉം കൂടെ വെട്ടാം. ഇവിടെ മക്കളെ 25 കൊണ്ട് വെട്ടാം. 25ന്റെ 5ാമത്തെ ഗുണിതമാണ് 125. 25ന്റെ 4ാമത്തെ ഗുണിതമാണ് 100. 5ന്റെ 20ാമത്തെ മൾട്ടിപ്പിൾ ആണ് 100. 20ന്റെ 7ാമത്തെ മൾട്ടിപ്പിൾ ആണ് 140. 7ഉം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, 70ന്റെ 0ഉം 980ന്റെ 0ഉം കൂടെ കട്ടായി. 7ഉം 98ഉം കൂടെ വെട്ടാം. 7 കൊണ്ട് വെട്ടാം. 7 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 7 കൊണ്ട് ഹരിക്കുക. 1 7ന്റെ ബാക്കി 2 28, 4 7 28, 14ആയി. 14 എന്ന് വരും. മക്കളെ 7ന്റെ 2ാമത്തെ ഗുണിതമാണ് 14. എല്ലാം കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല, ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. 2 × 4 8, 8 × 100 800 എന്ന് വരും ആൻസർ. അപ്പൊ ഒന്നാമത്തെ ആൻസർ 800 ആയിരുന്നു. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സ്ഥിരമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വേണമെങ്കിൽ ഇതിനെ കൂട്ടുപലിശ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമായിട്ട് പരിഗണിക്കാം. പിടിച്ചാണ് പോകുന്നത്. അപ്പൊ ഇനി ഇവിടെ തന്നെ 30% കൂടി എന്ന് പറഞ്ഞാൽ 130/100. ഇനി ഒരു 1 വർഷം കൂടെ തന്നിട്ട് വീണ്ടും 50% കൂടി എന്ന് പറഞ്ഞാൽ 150/100. 50% കുറഞ്ഞെന്ന് പറഞ്ഞാൽ 50% കുറച്ചെഴുതിയാൽ മതി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 2 വ്യക്തികളാണ് മക്കളെ. ഒരാള് എക്സും ഒരാള് വൈയും ആണടാ. അതിലെ എക്സ് എന്ന് പറയുന്ന ആള് സ്റ്റാർട്ടഡ് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് ആനുവലി, വർഷത്തിലെ ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് 2.5 ലക്ഷം ആൻഡ് 5 lakhs റെസ്പെക്റ്റീവ്ലി. അതായത് 2 പേരുണ്ട്, എക്സ് ഉണ്ട് വൈ ഉണ്ട്. അവര് എക്സ് എന്ന് പറയുന്ന ആള് 2.5 ലക്ഷം രൂപ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. വൈ എന്ന് പറയുന്ന ആള് 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആഫ്റ്റർ 1 year, 1 വർഷത്തിന് ശേഷം, അപ്പൊ 1 വർഷം വരെ, അപ്പൊ അവർ ഇൻവെസ്റ്റ് ചെയ്തത് 1 വർഷത്തേക്കാണെന്ന് മനസ്സിലായല്ലോ. അതായത് എക്സ് എന്ന് പറയുന്ന ആള് 2.5 ലക്ഷം രൂപ 1 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. വൈ എന്ന് പറയുന്ന ആള് 5 ലക്ഷം രൂപ 1 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. എടാ, 1 വർഷത്തിന് ശേഷം മിസ്റ്റർ എക്സ് അഡീഷണലി ഇൻവെസ്റ്റഡ്, എക്സ് എന്ന് പറയുന്ന ആള് അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു 2.5 ലക്ഷം ഇൻ ദ ബിസിനസ്. 2.5 ലക്ഷം കൂടെ ഇൻവെസ്റ്റ് ചെയ്തു. മീൻ വൈൽ മിസ്റ്റർ വൈ എന്ന് പറയുന്ന ആള് വിഡ്രോ ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് 1 lakh, 1 ലക്ഷം അയാൾ എന്തോ എടുത്ത് വിഡ്രോ ചെയ്തു. അപ്പൊ എക്സ് ആ ബിസിനസ്സിലേക്ക് വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്ന ആള് 1 ലക്ഷം പുറകോട്ട് വലിച്ചു, വിഡ്രോ ചെയ്തു ഫ്രം ദ ബിസിനസ്. അറ്റ് ദ എൻഡ് ഓഫ് 2 years, 2 വർഷത്തിന് ശേഷം, ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് 6,60,000, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും പ്രോഫിറ്റ് എത്ര എന്നാണ് ചോദ്യം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ പ്രോഫിറ്റ് നമ്മൾക്ക് അവർ തരും. അത് നമ്മൾ അംശബന്ധം കണ്ടുപിടിച്ച് ആ അംശബന്ധത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അംശബന്ധം കണ്ടുപിടിക്കാൻ എളുപ്പം ഒന്നുമില്ല. അതായത് എമൗണ്ട് എത്ര കാലയളവിലാണ് നിക്ഷേപിച്ചത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആള് അവനെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് 2.5 ലക്ഷം അല്ലടാ, 2.5 ലക്ഷമാണ്. അപ്പൊ
അപ്പൊ നമുക്ക് ലക്ഷം അങ്ങ് മാറ്റാം, 2.5 എന്നങ്ങ് എടുക്കാം. എല്ലാം ലക്ഷം അല്ലേ, എല്ലാം ലക്ഷമായതുകൊണ്ട് 2.5 എന്നങ്ങ് എടുത്താൽ മതി. 2.5. ഓക്കെ, സോ 2.5 ലക്ഷം നമ്മൾ 2.5 എന്ന് എടുത്താൽ മതി, കാരണം അംശബന്ധമാണ് എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ 2.5 ലക്ഷം എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, അല്ലെ 2.5 എന്ന് എഴുതിയാൽ മതി. കാരണം എല്ലാം ലക്ഷമല്ല, കംപ്ലീറ്റ് 2.5 ലക്ഷം, 5 ലക്ഷം, പിന്നെ 2.5 ലക്ഷം, 1 ലക്ഷം, 6,60,000. അപ്പൊ അതുകൊണ്ട് അംശബന്ധം എടുക്കുമ്പോൾ എല്ലാ 0 വെട്ടിപ്പൊക്കോളും. അപ്പൊ എക്സ് എന്ന് പറയുന്ന ആള് 2.5 ലക്ഷം രൂപ ആദ്യത്തെ 1 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ അവന്റെ ഇൻവെസ്റ്റ്മെന്റ് 2.5 ലക്ഷം 1 വർഷത്തേക്ക് തീർന്നിട്ടില്ല. പ്ലസ് പിന്നെ അവൻ വീണ്ടും 2.5 ലക്ഷം രൂപയും കൂടെ അടുത്ത 1 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഈ പൈസ വിഡ്രോ ചെയ്തിട്ടില്ല. ആദ്യത്തെ വർഷം 2.5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് 1 വർഷത്തേക്ക്. ആ പൈസ എടുക്കാതെ തന്നെ വീണ്ടും 2.5 ലക്ഷം കൂടെ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ നേരത്തെ 2.5 അവിടെ കിടപ്പുണ്ട്. വീണ്ടും ഒരു 2.5 ലക്ഷം കൂടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ മൊത്തം 5 ലക്ഷം രൂപയായിട്ട് മാറി. ആ 5 ലക്ഷം രൂപയാണ് അടുത്ത 1 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ 2.5 ലക്ഷം ആദ്യത്തെ വർഷം, അടുത്ത വർഷം അടുത്ത 1 വർഷത്തേക്ക് അത് 5 ലക്ഷമായിട്ട് മാറി. അങ്ങനെ 2.5 ലക്ഷം ഇൻറ്റു 1 ഇയർ, അപ്പൊ 2.5 തന്നെ വരും. 5 ലക്ഷം ഇൻറ്റു 1 ഇയർ 5. 5ഉം 2.5യും കൂടെ കൂട്ടിയാൽ 7.5 അല്ലെങ്കിൽ 7.5 ലക്ഷം രൂപ. 7.5 അംശബന്ധം എടുക്കുന്നത് ഇങ്ങനെയാണ്. പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തത്, എത്ര കാലയളവിലാണോ ഇൻവെസ്റ്റ് ചെയ്തത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയാണ്. അതങ്ങനെയാണ്. വൈ എന്ന് പറയുന്ന വ്യക്തി ആദ്യത്തെ വർഷം അവൻ 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് 1 വർഷത്തേക്ക്. തൊട്ടടുത്ത വർഷം അവൻ 1 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു. പിന്നെ 4 ലക്ഷം ഉള്ളൂ. സോ 4 ലക്ഷമാണ് അടുത്ത 1 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 5 ഇൻറ്റു 1 5, 4 ഇൻറ്റു 1 4, 5 4 കൂടെ കൂട്ടിയ 9. കണ്ടോ, ഈ അംശബന്ധം ഉണ്ടല്ലോ, ഇതാണ് അംശം. ഇത്രേ ഉള്ളൂ. 7.5 അംശബന്ധം 9. ഈ അംശബന്ധത്തിലാണ് നിങ്ങൾ കിട്ടിയ പ്രോഫിറ്റിനെ എന്ത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അംശബന്ധം എടുക്കാനല്ലേ, പോയിന്റ് മാറ്റാൻ വേണ്ടി നമുക്ക് 10 കൊണ്ട് ഗുണിക്കാം. ഇവിടെ മക്കളെ 7.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 75 വരും. 9നെ 10 കൊണ്ട് ഗുണിച്ചാലേ 90 വരും. കണ്ടോ, 75 അംശബന്ധം 90 എന്നായി. സോ വെട്ടി ചെറുതാക്കാം. നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് 15 കൊണ്ട് വെട്ടാം, 15ന്റെ മൾട്ടിപ്പിളാ. അല്ലെങ്കിൽ ചെറിയ നമ്പർ ഇട്ട് വെട്ടിയാലും മതി. 15ന്റെ 5ാമത്തെ ഗുണിതമാണ് 75, 15ന്റെ 6ാമത്തെ ഗുണിതമാണ് 90. ചുരുക്കി പറഞ്ഞാല് 5 അംശബന്ധം 6 എന്ന് പറയുന്ന അംശബന്ധത്തില് അല്ലെങ്കിൽ റേഷ്യോയില് ടോട്ടൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് എക്സിന്റെ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5:6, 5ഉം 6ഉം 11 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 5 പാർട്ട്. 5 ടോട്ടൽ എത്ര, 6,60,000. 6,60,000 എന്ന് പറഞ്ഞാൽ 6.6 എന്ന് എഴുതിയാൽ മതി. കാരണം നമ്മളെല്ലാം അങ്ങനെയാണ് പറഞ്ഞത്. 2.5 പിന്നെ 5 പറഞ്ഞത് 5 ലക്ഷത്തിന് 5 എന്നാണ് എടുത്തത്. സോ മുകളിൽ 10 കൊണ്ട് ഗുണിച്ചാൽ 6.6 എന്നുള്ളത് 66 മാറും. പകരം താഴെ നമ്മൾ എന്ത് ചെയ്യണം, 10 കൊണ്ട് ഗുണിക്കണം. ഇവിടെ മക്കളെ 11ന്റെ 6ാമത്തെ ഗുണിതമാണ് 66. അതേപോലെ 5ന്റെ 2ാമത്തെ ഗുണിതമാണ് 10. 6/2 3 വരും. അതായത് എക്സിന്റെ ഷെയർ അല്ലെങ്കിൽ എക്സിന്റെ വിഹിതം എന്ന് പറഞ്ഞാൽ 3 ലക്ഷമാണ്. അങ്ങനെ എക്സിന്റെ വിഹിതം കിട്ടി, അത് 3 ലക്ഷമാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വൈയുടെ ഷെയർ ആണ്. സോ വൈയുടെ ഷെയറിന് വേണ്ടിയിട്ട് 5ഉം 6ഉം 11 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 6 പാർട്ടാണ് കൊടുക്കുന്നത്. ടോട്ടൽ എമൗണ്ട് എത്ര, ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാല് ടോട്ടൽ പ്രോഫിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാല് 6,60,000 ആണ്. അതായത് 6.6. സോ പോയിന്റ് മാറ്റാൻ വേണ്ടി മുകളിൽ താഴെ നമുക്ക് 10 കൊണ്ട് ഗുണിക്കാം. മുകളിൽ 10 കൊണ്ട് ഗുണിച്ചാൽ 6.6 എന്നുള്ളത് 66 മാറി. താഴെ 10 കൊണ്ട് ഗുണിച്ചാൽ താഴെ 10 കൊണ്ട് ഗുണിച്ചാൽ താഴെ 10 കൊണ്ട് ഗുണിച്ചു. എടാ 11ന്റെ 6ാമത്തെ ഗുണിതമാണ് 66. 6 × 6 36 വരും. 36നെയാണ് 10 കൊണ്ട് ഹരിക്കേണ്ടത്. 36നെ 10 കൊണ്ട് ഹരിച്ചാൽ 3.6 എന്ന് വരും. കണ്ടോ, അതായത് വൈയുടെ ഷെയർ എന്ന് പറഞ്ഞാല്
3.6 ലക്ഷം, അതായത് 3,60,000. അപ്പോൾ എക്സിന്റെ ഷെയർ 3 ലക്ഷം, അതേപോലെ വൈയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 3,60,000. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് കണ്ടേ, ഓപ്ഷൻ സി ആണ്. കണ്ടോ, 3 ലക്ഷം ഫോർ മിസ്റ്റർ എക്സ് ആൻഡ് 3,60,000 ഫോർ മിസ്റ്റർ വൈ എന്ന് വരും. അപ്പൊ ഇത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സിമ്പിൾ ആണ്. അങ്ങനെ രണ്ട് വ്യക്തികൾ ഒരു ബിസിനസ്സിലേക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും കിട്ടുന്ന ലാഭവിഹിതം എത്രയെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത്, അംശബന്ധം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തത്, എത്ര കാലയളവിലാണോ ഇൻവെസ്റ്റ് ചെയ്തത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അംശബന്ധം, അപ്പൊ നിങ്ങൾക്ക് രണ്ട് സംഖ്യകൾ കിട്ടും. ആ അംശബന്ധത്തില് നിങ്ങൾ എന്ത് ചെയ്യണം, ടോട്ടൽ പ്രോഫിറ്റ് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ അതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. തേർഡ് പ്രോബ്ലം, ഇവിടെ ഇൻ എ മാരത്തോൺ റേസ് ഓഫ് 50 കിലോമീറ്റർ, 50 കിലോമീറ്ററിന്റെ ഒരു മാരത്തോണിലെ മൊത്തം 50 കിലോമീറ്റർ ആണ്. ആൻ അത്ലറ്റ് റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 5 കിലോമീറ്റർ ഫോർ ദ ഫസ്റ്റ് 20 കിലോമീറ്റർ. അതായത് ആദ്യത്തെ 20 കിലോമീറ്റർ ദൂരം, ഇവിടെ മക്കളെ ആദ്യത്തെ 20 കിലോമീറ്റർ ദൂരം 5 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിച്ചത്. ആദ്യത്തെ 20 കിലോമീറ്റർ ദൂരം 5 കിലോമീറ്റർ വേഗത, 5 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു. ദെൻ അറ്റ് എ സ്പീഡ് ഓഫ് 7 കിലോമീറ്റർ ഫോർ അവർ ഫോർ ദ നെക്സ്റ്റ് 14 കിലോമീറ്റർ. അടുത്ത 14 കിലോമീറ്റർ ദൂരം, അടുത്ത 14 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച വേഗത 7 കിലോമീറ്റർ പെർ അവർ ആണ്. കണ്ടോ, നിർത്തിയില്ല. ആൻഡ് അറ്റ് എ സ്പീഡ് ഓഫ് 8 കിലോമീറ്റർ പെർ അവർ ഫോർ ദ ലാസ്റ്റ് 16 കിലോമീറ്റർ. അവസാനത്തെ 16 കിലോമീറ്റർ ദൂരം, അവസാനത്തെ 16 കിലോമീറ്റർ ദൂരം 8 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോയത്. 8 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോയത്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദിസ് അത്ലറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയുടെ ആവറേജ് സ്പീഡ് എത്ര, ശരാശരി വേഗത എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാവുന്നതാണ്, ശരാശരി വേഗതയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഈസ് നോൺ ആസ് ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഈസ് നോൺ ആസ്, ആകെ ദൂരത്തിന് ആകെ സമയം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ആകെ ദൂരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20ഉം 14ഉം കൂടെ കൂട്ടിയ 34, 34ഉം 16ഉം കൂടെ കൂട്ടിയ 50 കിലോമീറ്റർ ആണ്. ആകെ സമയം തന്നിട്ടില്ല. ഇപ്പൊ സമയം കണ്ടുപിടിക്കണമെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ, സ്പീഡ് 5. 20നെ 5 കൊണ്ട് ഹരിച്ചാൽ 4 മണിക്കൂർ. അതായത് ഈ ഒരു ദൂരം കവർ ചെയ്യാൻ എടുത്ത സമയം 4 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ സമയം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 14/7 എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ. സോ ഈ ഒരു ദൂരം കവർ ചെയ്യാൻ എടുത്തത് 2 മണിക്കൂർ. അതേപോലെ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് 16, സ്പീഡ് 8, 16/8 2. സോ 2 മണിക്കൂർ സമയം. അങ്ങനെ ആകെ ദൂരം ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 50 കിലോമീറ്റർ ബൈ ആകെ സമയം 4ഉം 2ഉം കൂടെ കൂട്ടി 6, 6ഉം 2ഉം 8. 50നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. 50നെ 8 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് 2 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 50നെ 2 കൊണ്ട് ഹരിച്ചാൽ 25 വരും. 8നെ 2 കൊണ്ട് ഹരിച്ചാലേ 4 വരും. 25നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 25നെ 4 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 6.25 വരും. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. 25നെ 4 കൊണ്ട് ഹരിച്ചു നോക്കിക്കേ. 6 4 24, ശിഷ്ടം 1, 0.0, 2 4 8, 2 0, 5 4 20, 6.25 ആണ്. ഓപ്ഷൻ ഡി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. സോ സമയം തന്നിട്ടില്ലെങ്കിൽ ഓരോ ഭാഗത്തെയും സമയം നിങ്ങൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. സമയം കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് സമയം എന്നും കൂടി ഓർത്തിരിക്കണം. ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ ഇത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 2 ട്രെയിനുകളുടെ കൂട്ട് കരുതിയാൽ മതി.
ടു വെഹിക്കിൾസ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത് അറ്റ് 64 കിലോമീറ്റർ പെർ അവർ 46 കിലോമീറ്റർ പെർ അവർ കംപ്ലീറ്റ്ലി പാസ് വൺ അനദർ ഇൻ 2 minutes. If the length of the first vehicle is 150 meter, then the length of the second vehicle. അതായത് നമ്മൾ ട്രെയിൻ ആണെന്ന് ആലോചിച്ചാൽ മതി. രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിൽ പോകുന്നു. അതിൽ ഒന്നാമത്തെ ട്രെയിനിന്റെ വേഗത 64, രണ്ടാമത്തത് 46 കിലോമീറ്റർ പെർ അവർ ആണ്. 2 മിനിറ്റ് കൊണ്ട് ഇത് തമ്മിൽ പരസ്പരം പാസ് ചെയ്ത് പോയി. ഒന്നാമത്തെ ട്രെയിനിന്റെ നീളം 150 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം എത്ര എന്ന് ചിന്തിച്ചാൽ മതി. സോ രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ ടൈപ്പ് 4 പ്രോബ്ലമാണ്. ട്രെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മൊത്തം 4 ടൈപ്പ് ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. അതിലെ 4ാമത്തെ ടൈപ്പ് ചോദ്യമാണ് ഒരേ ദിശയിൽ പോകുന്നത്. ഇക്വേഷൻ S1 - S2 is equal to L1 + L2 divided by time. ഇതാണ് ഇക്വേഷൻ. ഇത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. ഒരേ ദിശ ആയതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആരെങ്കിൽ S1 + S2 is equal to L1 + L2 divided by time. ഓക്കെ, S1 എത്രടാ? 64. S2 എത്ര? 46. കുറയ്ക്ക്, കാരണം ഒരേ ദിശ ആയതുകൊണ്ട് കുറയ്ക്കണം. 64 നിന്ന് 46 കുറച്ചാൽ 18 വരും. അത് കിലോമീറ്റർ പെർ അവർ ആണ്. സോ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പൊ അതുകൊണ്ട് 64 നിന്ന് 46 കുറച്ചാലേ 18 ആണ് വരുന്നത്. S1 - S2 64 നിന്ന് 46 കുറച്ച 18 വരും. കിലോമീറ്റർ പെർ അവർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചു. ഇടതുവശം ക്ലിയർ ആയി. വലതുവശം L1 ലെങ്ത് 1, ഒന്നാമത്തെ വെഹിക്കിളിന്റെ നീളം 150 ആണ്. അപ്പൊ 150 അതുപോലെ തന്നെ എഴുതി വെച്ചു. L2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സമയം ഇവര് മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. 2 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് സെക്കൻഡിലേക്ക് മാറ്റണം. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 120 സെക്കൻഡ് എന്ന് വരും. 120 സെക്കൻഡ് എല്ലാം അങ്ങ് മാറ്റുവാണേ. സോ ഈ 18 കട്ട് ചെയ്തു. ഇനി വെട്ടാനൊന്നും ഇല്ല, ക്രോസ് ആയിട്ട് ഗുണിക്കുക. സോ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ 150 + L2 is equal to 150 + L2 is equal to 120 × 5 12 5 60 600 എന്ന് വരും. 120നെ 5 കൊണ്ട് ഗുണിച്ചാൽ 600 എന്ന് വരും. അവിടുന്ന് L2 is equal to 600 - 150 0 10 ന്ന് 5 പോയ 5 ആയി. അതേപോലെ പിന്നെ ഇവിടെ 5 ഉള്ളു. 5 ന്ന് 1 പോയാലേ 4 വരും. ഉത്തരം 450 മീറ്റർ ആണ്. 450 മീറ്റർ ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ നമ്മള് ഈ കഴിഞ്ഞു പോയ നമ്മുടെ SIയുടെ പരീക്ഷയുടെ കുറെ ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്. ഇത് നമ്മുടെ വരാൻ പോകുന്ന സെക്കൻഡ് ടെസ്റ്റിന്റെ പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പാർട്ട് 1 ആണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ക്ലാസ്സിലെ പരിചയപ്പെടുത്തിയത്. ഈ ചോദ്യങ്ങൾ വരാൻ പോകുന്ന നമ്മുടെ സെക്കൻഡ് ടെസ്റ്റിന്റെ പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ്. സോ നമ്മളെല്ലാം ക്ലാസ്സിൽ പഠിപ്പിച്ച ചോദ്യങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ എന്തൊക്കെയാണോ കൂടുതൽ സ്ട്രെസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചത് അത് തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. സോ ഇനിയും അങ്ങോട്ട് നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ഫ്രം ദ ബേസ് ലെവൽ മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദ ബേസ് ലെവലിൽ നിങ്ങൾ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു മീഡിയം ലെവലിലെ എക്സ്പേർട്ട് ആയിട്ട് മാറും. സോ അതിനുശേഷം പിന്നെ നമുക്ക് ഒരു 6-7 മാസം പഠിക്കാനുള്ള സമയം കിട്ടും. ഈ ഒരു കാലയളവിൽ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു പഠനം മുൻപിൽ വെച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. സോ ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കൃത്യമായ മെന്റർ ഉണ്ടാവും, കൃത്യമായി പരീക്ഷകൾ നടത്തും, ടൈം ടേബിൾ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. സോ ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും പുതിയ ബാച്ചുകളാണ് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇതുപോലെ നമ്മുടെ ബോർഡ് നമ്പർ 8590202323 എന്ന് പറഞ്ഞ നമ്പർ കോൺടാക്ട് ചെയ്യുക. സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പരമാവധി പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം.